വിതച്ചത് തന്നെ കൊയ്യുമെന്നുള്ളത് ഒരു പഴമൊഴിയാണ്. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഭീകരവാദത്തിനും തീവ്രവാദത്തിനും വെള്ളവും വളവും നൽകി വളർത്തിയ ഒരു മണ്ണ് ഒടുവിൽ ആ തീവ്രവാദത്തിൻ്റെ ആ ഭീകരവാദത്തിൻ്റെ തന്നെ ഇരയായി നശിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്. പാകിസ്ഥാൻ സൈന്യത്തെ നാണം കെടുത്തി, പാക് ഭരണകൂടത്തെ നാണം കെടുത്തി ബലൂജ് പോരാളികൾ ഒരു ട്രെയിനിനെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ഒരു ട്രെയിനിൽ 182ഓളം സൈനികരെ, പാകിസ്ഥാൻ സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെ തടവിലാക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യയുടെ കാശ്മീരിനെ തീവ്രവാദത്തിൻ്റെ താഴ്വരയാക്കി മാറ്റിയപ്പോൾ പാകിസ്ഥാൻ ഓർത്തില്ല, പാകിസ്ഥാൻ്റെ തെക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് ബലൂചിസ്ഥാനിൽ വലിയൊരു അഗ്നിപർവ്വതം പൊട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന്. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം അതിൻ്റെ സർവ്വ ശക്തിയും എടുത്ത് പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം അതിനെ നിയന്ത്രിക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ സേന തോറ്റ് പിന്തിരിഞ്ഞോടുന്നു എന്നുള്ള വാർത്തകൾ ബലൂചിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ്റെ വിവിധ മേഖലകളിൽ നിന്നും പുറത്തു വരികയാണ്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി, കഴിഞ്ഞ എത്രയോ മാസങ്ങളായി അശാന്തി പടർന്നിരിക്കുകയാണ് ബലൂചിസ്ഥാൻ മേഖലയിൽ. ബലൂജ് പോരാളികളും പാകിസ്ഥാൻ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നിരന്തരമായി ഉണ്ടാകുന്നു. രണ്ടു ഭാഗത്തും ആൾനാശം യഥേഷ്ടം ഉണ്ടാവുന്നുമുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് പാകിസ്ഥാൻ സൈന്യത്തെ ബലൂജ് മേഖലയിൽ നിന്ന് BLAയുടെ പോരാളികൾ തുരത്തി ഓടിച്ചു. 26 പാക് സൈനികർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. അതിന് പിന്നാലെ ഉണ്ടായ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് പാകിസ്ഥാന് കഴിഞ്ഞ ദിവസത്തെ ട്രെയിൻ തട്ടിയെടുക്കൽ. ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനമായ കൊത്വയിൽ നിന്ന് പെഷവാറിലേക്കുള്ള 1600 കിലോമീറ്റർ താണ്ടേണ്ട ട്രെയിനാണ് ജാഫർ എക്സ്പ്രസ്. ഈ ജാഫർ എക്സ്പ്രസിന് നേരെ ആദ്യമായിട്ടല്ല BLAയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ 5-6 തവണ ജാഫർ എക്സ്പ്രസിന് നേരെ ബലൂജ് ലിബറേഷൻ ആർമി ആക്രമണം നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു മാസം മുമ്പ് കൊത്വയിലെ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്ഫോടനത്തിൽ 26ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. പിന്നീട് ഒരു ചെറിയ ഇടവേളയിലേക്ക് ജാഫർ എക്സ്പ്രസിൻ്റെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. വീണ്ടും അത് ചെറിയൊരു കാലയളവിന് ശേഷമാണ് വീണ്ടും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത്. അതിന് പിന്നാലെ ട്രെയിൻ തട്ടിയെടുത്തിരിക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമിയുടെ പോരാളികൾ. കഴിഞ്ഞ രാത്രി ട്രെയിൻ തട്ടിയെടുത്തതിന് പിന്നാലെ അതിലുള്ള നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 80 പേരെ അവർ വിട്ടയച്ചിരുന്നു. ഇതിനിടയിൽ പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണമുണ്ടായി, രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങളുണ്ടായി. എല്ലാം പാളിപ്പോയി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഏറ്റുമുട്ടലിൽ 16 ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. 32 സൈനികരെ BLA വധിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഈ വാർത്ത പുറത്തുവിടുകയാണ്. കഴിഞ്ഞ ദിവസം വൈകി അർദ്ധരാത്രിയോടെ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ഒരു മിന്നൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ രക്ഷാദൗത്യം അമ്പെ പരാജയപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പോരാളികൾ മിസൈലുകൾ തൊടുത്തുവിട്ടു. ഇതിനു പിന്നാലെ അപകടം മണത്ത പാക് സൈന്യം രക്ഷാദൗത്യം മതിയാക്കി തിരികെ പോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇനിയും ഒരു മിന്നൽ ഓപ്പറേഷൻ നടത്തി ബന്ദികളാക്കിയ 182 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് പാക് സൈന്യം നടത്തുന്നത്. അതേസമയം പാക് സൈന്യത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി. ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചാൽ മാത്രമേ ജീവനോടെ ഈ പാക് സൈനികരെ തിരികെ കൊണ്ടുപോകാൻ കഴിയൂ. ഏതെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ ട്രെയിൻ ഒന്നടങ്കം പൊട്ടിത്തെറിക്കുമെന്നും ട്രെയിനിൽ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും BLAയുടെ പോരാളികൾ പാക് സൈന്യത്തെ, പാക് ഭരണകൂടത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ എത്തിപ്പെട്ടത് എത്രത്തോളം വലിയ ഗതികേടിലാണെന്ന് ഓർക്കണം. പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്ത എത്രയോ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യം തന്നെ ഭീകരന്മാർക്ക് ട്രെയിനിങ് നൽകി അവർക്ക് ആയുധങ്ങൾ നൽകി ഇന്ത്യയുടെ അതിർത്തി കടത്തി വിട്ടിട്ടുണ്ട്. എത്രയോ കാലം ഇന്ത്യയിൽ അശാന്തി പടർത്താൻ, ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്താൻ, കാശ്മീരിൻ്റെ താഴ്വരയിൽ എല്ലാ കാലത്തും അശാന്തി പടരാൻ വേണ്ടിയുള്ള എത്രയോ പ്രശ്നങ്ങൾ, എത്രയോ ഓപ്പറേഷൻസ് പാകിസ്ഥാൻ എന്ന രാജ്യം ചെയ്തിരിക്കുന്നു. ഒടുവിൽ അവർ ചെയ്തതിനുള്ള തിരിച്ചടി, അവർ ചെയ്തതിനുള്ള പ്രതികാരം അവർക്ക് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വിതച്ചവൻ തന്നെ കൊയ്യുമെന്നുള്ള പഴമൊഴി പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അന്വർത്ഥമാവുകയാണ്.
ഇന്ത്യക്ക് കാശ്മീർ എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതുപോലെയാണ് പാകിസ്ഥാന് ബലൂചിസ്ഥാൻ. ഇന്ത്യയുടെ ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ് ജമ്മു കശ്മീരെങ്കിൽ പാകിസ്ഥാൻ്റെ അവിഭാജ്യ ഘടകമാണ് ബലൂചിസ്ഥാൻ. അതേസമയം ബലൂചിസ്ഥാനെ കൊള്ളയടിക്കുകയും ബലൂചിസ്ഥാൻ്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പാകിസ്ഥാനെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് ബലൂജികൾ തീരുമാനിച്ചിട്ട് വർഷങ്ങളേറെയായി. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി വിമോചനത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്നത്. എന്നാൽ അതിനെയൊക്കെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് സൈനികപരമായി അടിച്ചമർത്തുകയായിരുന്നു ഇത്രയും കാലം പാകിസ്ഥാൻ ചെയ്തത്. എന്നാൽ ഇനി അത്രത്തോളം നിഷ്പ്രയാസമായി ആ പോരാട്ടത്തെ അടിച്ചമർത്താൻ പാകിസ്ഥാന് കഴിഞ്ഞെന്ന് വരില്ല. കാരണം പാക് സൈന്യത്തെ പോലെ തന്നെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ബലൂജ് പോരാളികൾ. ഈ ശക്തി പ്രാപിക്കലിന് പിന്നിൽ ഇന്ത്യ ആണെന്ന ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ സാമ്പത്തികമായും സൈനികപരമായും ആയുധപരമായും ബലൂജികളെ സഹായിക്കുന്നു. BLAക്ക് ആവശ്യത്തിനുള്ള ആയുധങ്ങൾ നൽകുന്നത് ഇന്ത്യയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ആക്രമണത്തിന് യുദ്ധത്തിന് ബലൂജികളെ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ പിന്തുണയോടുകൂടിയാണ് ബലൂജ് പോരാളികൾ ഇത്രത്തോളം ശക്തരായത് സായുധരായത് എന്ന അതിഗുരുതരമായ ആരോപണം പാകിസ്ഥാൻ ഉന്നയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ചൈനയെ പരോക്ഷമായി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ബലൂജ് പോരാട്ടത്തെ പാകിസ്ഥാൻ ഒരു പരിധിവരെ അട്ടിമറിച്ചത്. ചൈനയ്ക്ക് യഥേഷ്ടം ബലൂജ് മേഖലയിൽ കടന്നു കയറാനുള്ള അനുവാദം പാകിസ്ഥാൻ നൽകുന്നു. ബലൂജ് പോരാട്ടത്തെ ചൈന സർക്കാരിൻ്റെ സൈന്യം അല്ലെങ്കിൽ ചൈനീസ് സൈന്യം അടിച്ചമർത്തുന്നു. ചൈനയെ ഉപയോഗിച്ച് ആ പ്രദേശത്ത് പാകിസ്ഥാൻ അവരുടെ അധീശത്വം ഉറപ്പിക്കുന്നു. എന്നാൽ ഇപ്പോൾ അടുത്തിടെ ഇന്ത്യയുടെ ഒരു പിന്തുണ ബലൂജിന് ലഭിച്ചു തുടങ്ങി എന്നതിന് പിന്നാലെ ചൈനയുടെ ഇടപെടൽ അധികമായിട്ടൊന്നും ആ മേഖലയിലേക്കില്ല. മാത്രവുമല്ല ഇന്ത്യയടക്കം താലിബാൻ അടക്കമുള്ള പല സംഘടനകളും ബലൂജ് പോരാളികൾക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു. പ്രത്യക്ഷത്തിലല്ലെങ്കിൽ കൂടി പരോക്ഷത്തിൽ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ സൈന്യത്തെ നേരിടാൻ തക്ക പോരാട്ട വീര്യം ബലൂജികളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് പാകിസ്ഥാനിലെ സൈനികർ അടക്കമുള്ളവർ അവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ യാത്ര ചെയ്ത ജാഫർ എക്സ്പ്രസിനെ ഒരു സ്ഫോടനം നടത്തി ആ റെയിൽവേ ട്രാക്ക് തകർത്തുകൊണ്ട് ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തത്. അതിനുശേഷം അവർ അത് വെച്ച് സമ്മർദ്ദതന്ത്രം കളിക്കുകയാണ്. ഈ ബലൂജ് പോരാളികൾ 182 സൈന്യത്തെ തോക്കിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തെ വിറപ്പിക്കുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തെ കൊന്നൊടുക്കുകയാണ്. പാകിസ്ഥാൻ്റെ എല്ലാ തരത്തിലുള്ള അഹന്തയ്ക്ക് മേൽ വലിയ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നു ബലൂജ് പോരാളികൾ. തീവ്രവാദം വളർത്തിയ പാകിസ്ഥാൻ ഒടുവിൽ മറ്റൊരു വിമത പോരാട്ടത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്നു എന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പാകിസ്ഥാൻ ജമ്മു കശ്മീരിൽ എന്താണോ ചെയ്തത് അതിനുള്ള തിക്തഫലം ചരിത്രം പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നു. തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപാണ് താലിബാൻ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെ താലിബാന് തിരിച്ചടി ഉണ്ടായിരുന്നു. 10,000-കണക്കിന് താലിബാൻ പോരാളികളാണ്, താലിബാൻ ഭീകരന്മാരാണ് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുത്തത്. ഇപ്പോഴും അവർ അവിടെ തമ്പടിച്ചിരിക്കുന്നു. ആ പ്രദേശത്തിൻ്റെ മേധാവിത്വം താലിബാൻ തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നിയന്ത്രണത്തിലാണ് ഈ ഭൂപ്രദേശം. അങ്ങനെ ഒരു ഭാഗത്ത് താലിബാൻ്റെ ആക്രമണം, മറുഭാഗത്ത് ബലൂജി പോരാളികളുടെ ആക്രമണം. ബലൂജികൾ സ്വന്തം രാജ്യത്തിന്, സ്വതന്ത്രമായ രാജ്യത്തിന് വേണ്ടി നടത്തുന്ന വലിയ പോരാട്ടം. ഇങ്ങേയറ്റത്തോ ഇന്ത്യ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കാനുള്ള നീക്കം നടത്തുന്നു. അതിന് പകരമായി പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഹമാസിൻ്റെ ഭീകരന്മാരെ കൊണ്ടുവന്ന് ഇന്ത്യക്കെതിരെ വലിയ പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തുടക്കത്തിലും ഒടുക്കത്തിലും ഊണിലും ഉറക്കത്തിലും തീവ്രവാദം മാത്രം ചിന്തിക്കുകയും തീവ്രവാദം വളർത്തുകയും തീവ്രവാദം വിൽക്കുകയും തീവ്രവാദം തന്നെ ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നാടിന്, ഒരു രാജ്യത്തിന് അനിവാര്യമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഊറിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ പിളരുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തെ കൊന്നൊടുക്കി ബലൂജ് പോരാളികൾ മുന്നേറുകയാണ്. ഇന്ത്യ എല്ലാം നോക്കിക്കണ്ട് ഊറിച്ചിരിക്കുകയാണ്. അതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ.